നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി കട്ടിലിനരികെ ഇരുന്ന് ലാളിച്ച് കൊഞ്ചിച്ചപ്പോൾ 3 വയസ്സുകാരി നൈസ കുണുങ്ങിച്ചിരിച്ച് അദ്ദേഹത്തിന്റെ താടിയിലും കണ്ണടയിലും പിടിച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആരോ പറഞ്ഞു, കുട്ടിയെ എടുത്തോളൂ, വേണ്ട വേണ്ട, അവൾ ഇവിടെ ഇരുന്നോട്ടെ. ഉടനെ വന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. പിന്നെയും അവളുടെ കുഞ്ഞു വർത്തമാനം കേട്ട് കുറച്ച് സമയം കൂടി ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം യാത്ര പറഞ്ഞത്. ചൂരൽമലയിൽ സ്കൂൾ റോഡിന്റെ മുകൾ ഭാഗത്തായി താമസിച്ചിരുന്ന ജസീലയുടെ മകൾ നൈസയാണ് പ്രധാനമന്ത്രിയുടെ മനം കവർന്നത്. വയനാട്ടിലെ ദുരിതബാധിതരെ കാണാനെത്തിയ പ്രധാനമന്ത്രി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് കട്ടിലിൽ കയറി നിന്ന് കൈകൂപ്പി നമസ്തേ പറയുന്ന നൈസയെ കണ്ടത്. ഉടനെ തിരികെ കൂപ്പുകയുമായി അദ്ദേഹം അവൾക്കരികിലെത്തി. ഹസ്തദാനത്തിനായി പ്രധാനമന്ത്രി കൈ നീട്ടിയപ്പോൾ കുഞ്ഞു നൈസ മടിക്കാതെ കൈ കൊടുത്തു. ഇതോടെ അദ്ദേഹം കട്ടിലിനരികിലിരുന്നു അവളെ ലാളിക്കുകയും കുശലാന്വേഷണം നടത്തുകയുമായിരുന്നു. ഉമ്മ ജസീലയോടും വിവരം ചോദിച്ചറിഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പ്രധാനമന്ത്രി വരുന്നതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമസ്കാരം പറയണമെന്ന് ഡോക്ടർമാർ ആരോ നൈസയോട് പറഞ്ഞിരുന്നു. അത് ഓർമ്മിച്ചാണ് മോദിയെ കണ്ടപ്പോൾ അവൾ കൈകൂപ്പിയത്. ദുരന്ത രാത്രി വീട്ടിലേക്ക് കുതിച്ചെത്തിയ വെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോഴും നൈസയെ മാറോട് ചേർത്ത് മുറുകെ പിടിക്കുകയായിരുന്നു ജസീല. മണ്ണിലും ചെളിയിലും പെട്ട് ഒഴുകി ഒടുവിൽ എവിടെയൊക്കെയോ പിടിച്ച് രക്ഷപ്പെട്ടു. ജസീലയുടെ ഭർത്താവ് ഷാജഹാൻ, മക്കളായ ഹിന, ഫൈസ, ഷാജഹാന്റെ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി, ജമീല, മുഹമ്മദ് കുട്ടിയുടെ ജ്യേഷ്ഠൻ ഹംസ, 2 പേരക്കുട്ടികൾ എന്നിവരാണ് ദുരന്തമുണ്ടായപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. എല്ലാവരും വീടുൾപ്പെടെ ഒഴുകിപ്പോയപ്പോൾ ജസീലയും നൈസയും മാത്രമാണ് രക്ഷപ്പെട്ടത്.